ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റാണ് ഇതെന്താണെന്നറിയാമോ? ഇത് കൂരവ് ഒന്ന് കുറുക്കി എടുത്തതാണ്. രാവിലെ നോക്കിയാൽ കുറച്ച് കൂരവുണ്ടായിരുന്നു. ഞാനത് വിട്ടുപോയി കേട്ടോ. നേരത്തെ അത് അരച്ചെടുക്കുന്നതൊക്കെ വീഡിയോ ഇടാനായിട്ട് വിട്ടുപോയി. പിന്നീടാണ് ഓർത്തത് നിങ്ങളെ കൂടെ ഇതൊന്ന് കാണിക്കാമെന്ന് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, എന്നിട്ട് ഇതിലൊരു അര ഗ്ലാസ് പാലും കൂടെ ഒഴിച്ചിട്ട് ഞാനിതൊന്ന് കുറുക്കി എടുത്തിട്ടുണ്ട്. ഇതാണ്ടോ, കൂരവ് അരച്ചിട്ട് അതിൻ്റെ ചണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയാണ് ഞാൻ ഒന്ന് കുറുക്കി എടുത്തത്. ഇതിൽ പഞ്ചസാരയൊന്നും ഇട്ടിട്ടില്ല, പാലും കൂരവും മാത്രമാണ് ഇട്ടിരിക്കുന്നത്. ഇത് ഞാനൊരു പാത്രത്തിലോട്ടൊന്ന് ഒഴിച്ചിട്ട് ഇതിൽ ഇടാനായിട്ട് കുറച്ച് സാധനങ്ങളും കൂടെ ഉണ്ട്. അതൊന്ന് ഞാൻ കാണിച്ചു തരാമേ. കുറുക്കി വെച്ചിരുന്ന കൂരവ് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതാണ്ടോ, ഇത്തിരി ലൂസാണ്, തീരെ കട്ടിയല്ല, അങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ ഇടാനായിട്ട് ഞാൻ ഒരു പഴവും അല്പം മാങ്ങയും കുറച്ച് നട്ട്സും എല്ലാം കൂടെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ബദാം വേണമെങ്കിൽ ഇടാം, എന്ത് വേണമെങ്കിലും നമുക്ക് ഇടാം. അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ആയിട്ട് ആപ്പിളോ ഓറഞ്ചോ മുന്തിരിങ്ങയോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിലോട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. കാരണം മധുരം പഞ്ചസാര ഇടാത്തത് കൊണ്ടാണ് ഈ സാധനങ്ങളൊക്കെ നമ്മൾ ഇടുന്നത്. ഇതാണ്ടോ, നോക്കിക്കേ, അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് നല്ല റെഡി ആയിട്ടുണ്ട്. ഇതിൽ പാലുണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, നട്ട്സ് ഉണ്ട്, ഏറ്റവും കൂടുതൽ കാൽഷ്യം അടങ്ങിയിട്ടുള്ള കൂരവുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് ഇത് മാത്രം മതി. എല്ലാ വൈറ്റമിൻസുകളും അടങ്ങിയത് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, ബൈ.